നമ്മുടെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ഹലോ ഗൈസ്, ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ മുന്നിലെത്തുന്നതോ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അതുപോലെ മുൻ റയൽ മാഡ്രിഡ് താരങ്ങളൊക്കെ വന്ന് നടത്തുന്ന ഒരു കിഡിലൻ ദ യൂറോപ്യൻ ഫുട്ബോൾ ക്യാമ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അടിപൊളി വിഷ്വൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. മലപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഒരുപാട് മെസ്സിയും റൊണാൾഡോയും പിറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഉദ്ഘാടനത്തിൽ ജനങ്ങളെ കൈയടിപ്പിച്ച ഒരു തീപ്പൊരി പ്രസംഗത്തിന്റെയും മറ്റു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ദയവായിട്ട് ബാക്കിലേക്ക് മാറി കേരള ഫുട്ബോളിനെ വേൾഡിലേക്ക് എത്തിക്കണം. ഒരേ വാക്കില് ബോച്ചെ സാറിന്റെ മീറ്റിംഗ് അവസാനിച്ചു. ഒരു വാക്ക്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കേരളത്തിന്റെ ഫുട്ബോളിനെ വേൾഡിലേക്ക് എത്തിക്കാൻ, കേരളത്തിലത്തെ പിഞ്ചു മക്കളെ, പാവപ്പെട്ട മക്കളെ, കടപ്പുറത്ത് കളിച്ചിട്ടും പാടത്ത് കളിച്ചിട്ടും പന്ത് തട്ടി കളിച്ചിട്ട് വളർന്ന മക്കളെ ഞാൻ ലോകത്തെ ഫുട്ബോൾ കപ്പ് കളിക്കാൻ എന്താണോ വേണ്ടത്, ഹബീബ് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, ഞാൻ നിങ്ങളുടെ ബാക്കിലുണ്ട്. വലിയൊരു കൈയടി ബോച്ചെ സാർ. ബോച്ചെ സാറിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയാനുള്ള യോഗ്യതയുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ബോച്ചെ. Let me move on to the inaugural ceremony. For that, let me invite our most honorable chief guest, Mr. Bobby Chemanur, our dearest Boche, together with Alexandro Diaz de la Rosa, Miguel Gonzalez Larsen, and Jimmy Litzberg, to kick the ball and to inaugurate this ceremony of the day. ഇന്ന് ഈ ഒരു സെറമണി ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്തുകൊണ്ടാണ്. And here is Mr. Boche is kicking up the ball. Woo! Yes, ladies and gentlemen, and today the ceremony get inaugurated by Mr. Boche together with Alexandro Diaz de la Rosa, Miguel Gonzalez Larsen, and Jimmy Lidberg. Thank you so much. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മിസ്റ്റർ ബോച്ചെ for the inaugural address. നിറഞ്ഞ ഒരു കയ്യടികളോട് കൂടി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Hi, my dear friends, love you. Love you. Love you too. Love you three.
RBS യൂറോപ്യൻ ഫുട്ബോൾ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് ഉള്ള ഒരു വലിയ വിഷമം, ലോകത്തില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയോ? അതൊക്കെ മാറിയില്ലേ? ഇപ്പൊ ഇന്ത്യയല്ലേ? ഇന്ത്യ ആ കാര്യത്തിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ ബിഗ് പ്രൊഡ്യൂസേഴ്സ് റെക്കോർഡാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല? ഒത്തിരി വിഷമാണ്. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കളിക്കണ കണ്ടാൽ മതിയായിരുന്നു ഇന്ത്യക്കാര്. ഇനി ഇന്ത്യ കളിക്കുന്നുണ്ടെങ്കിൽ അത് മലയാളിയായിരിക്കും, മലപ്പുറത്തുനിന്നായിരിക്കും. വേൾഡ് കപ്പിന് മുത്തമിടുന്നുണ്ടെങ്കിൽ, ഇന്ത്യ മുത്തമിടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നായിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ എന്നെ പിടിച്ചിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഫുട്ബോളിന് കേരളത്തിൽ നിന്ന് വേൾഡ് കപ്പ് കളിക്കാനും വേൾഡ് കപ്പിൽ ഒരു മുത്തമിടാൻ വേണ്ടി ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഓഫ് RBS യൂറോപ്യൻ ഫുട്ബോൾ കപ്പ് I will do my level best. നമ്മുടെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു മെസ്സി ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നൊരു മറഡോണ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നായിരിക്കും. I am sure about, I am very confident about that. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. റിയലി നൈസ് ടു മീറ്റ് ആൻഡ് അപ്രീഷിയേറ്റ് പ്ലേയേഴ്സ്, കോച്ച് ആൻഡ് മെനി എ ബിഗ് ടീം ഹിയർ ഫ്രം സ്പെയിൻ ആൻഡ് ഡിഫറെന്റ് കൺട്രീസ്. So it's a really gift to Kerala. There's such a nice people coming and training and support to lift up India, especially Kerala. It's big salute for all team. പിന്നെ ഈ അവസരത്തിൽ നിങ്ങളോട് നന്ദി പറയാണ്, കാല് പിടിച്ച് നന്ദി പറയുക. കാരണം നിരപരാധിയായ അബ്ദുൾ റഹീമിനെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 34 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ബോച്ചെ യാചകയാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയപ്പോൾ എനിക്കൊപ്പം പിച്ചപാത്രം എടുത്തുകൊണ്ട് എനിക്കൊപ്പം തെണ്ടാൻ വന്ന ഒരുപാട് പേരുണ്ട്. ഈ ചൂട് വെയിലത്ത് ഒരുപാട് പേര് പൈസ സംഭാവന ചെയ്തു, ഒരുപാട് പേര് പാട്ടുപാടിയും ഷോ നടത്തിയും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു. 34 കോടി രൂപ ചെറിയൊരു സംഖ്യയല്ല. ഒരുപാട് സംഘടനകൾ, ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് നിന്ന് നമുക്കത് സാധിക്കാൻ സാധിച്ചു. അത് ലോകത്തിന് കേരളത്തിന്റെ മലയാളികളുടെ മെസ്സേജാണ്. മലയാളികൾ മാതൃകയാണ്, സ്നേഹത്തിന്റെ മാതൃകയാണ് കാണിച്ചത്. ഇനിയിപ്പോൾ അടുത്ത മാതൃക ലോകകപ്പിൽ കളിച്ച് മുത്തമിടാൻ വേണ്ടി മലയാളികൾ അത് നേടിയിരിക്കും. മലയാളികൾ രജനികാന്ത് ഒരു വാട്ടി சொன்னா 100 വാട്ടി சொன்ன മാതിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 100 പ്രാവശ്യം പറഞ്ഞ പോലെ. എന്നാ മലയാളി ഒരു വാട്ടി சொன்னா 1000 വാട്ടി சொன்ன മാതിരി. അതുതാൻ മലയാളി. അതിപ്പോ കാണിച്ചല്ലേ? 34 കോടി കൊടുത്ത് ലോകത്തിന് മലയാളി മാതൃകയായില്ലേ? വേറെ ഏത് രാജ്യത്തു നിന്നാണ് 34 കോടി കൊടുത്ത് ഒരു തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ച ഒരു രാജ്യത്തിന്റെ പേര് പറയാമോ? കേരളമല്ലാതെ. അതാണ് മലയാളി. തീർച്ചയായും മലയാളി വാശി പിടിച്ചാൽ, തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് അത് നടന്നിരിക്കും. ഐ ആം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. അപ്പോ അതിന് വളരെ നന്ദി. പ്രത്യേകിച്ച് ഈ പെരുന്നാളും ഈസ്റ്ററും
വിഷു എല്ലാം ഉള്ള ഒരു ആഘോഷത്തിന്റെ മാസത്തില് നമ്മളൊക്കെ പോത്തിനറുത്ത് കോഴീനെ അറുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അബ്ദുൾ റഹീമിന്റെ തല അറക്കാൻ മറ്റൊരു രാജ്യത്ത് സൗദി അറേബ്യയിൽ നമ്മുടെ സഹോദരനെ മലയാളിയെ വേറൊരു രാജ്യത്ത് തല ഇറക്കാൻ വെച്ചിരിക്കുകയാണ്. അവിടെ മലയാളികൾ കോഴിയുടെയും പോത്തിന്റെയും തല ഇറത്ത് ആഘോഷിക്കുകയല്ല ചെയ്തേ. അതിനു മുമ്പ് ആ തല ഇറക്കാൻ ആ തല അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ആഘോഷം തുടങ്ങിയത് പെരുന്നാള്. അതെനിക്ക് വളരെ വികാരമുണ്ടാക്കി. പെരുന്നാൾ സമയമായിരുന്നത്. ആ പെരുന്നാൾ സമ്മാനം കൊടുത്തിട്ടാണ് ആഘോഷിച്ചത്. ആ പാപം കഴുകിക്കളഞ്ഞിട്ടാണ് ആ പെരുന്നാൾ ആഘോഷിച്ചത്. അത് വലിയ മാതൃക തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു കഴിവ് മാത്രമൊന്നല്ല, ഞാൻ അതിനൊപ്പം കൂടെ നിന്നു. നന്ദി നന്ദി നന്ദി. ബിഗ് സല്യൂട്ട്. അപ്പൊ ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഓൾറെഡി ലേറ്റായി. ഞാൻ വന്നത് തന്നെ ലേറ്റ് ആയതാണ്. അതിന് വേറെ ഒരു സോറി പറയാ. ഇപ്പോ കാറ് തടഞ്ഞു നിർത്തിയിട്ട് ഇറങ്ങി ഷെയ്ക്കൻഡും സെൽഫി ഉമ്മ കൂടെ തന്നിട്ടാണ് വെക്കുന്നത്. അപ്പൊ സമയം കൂടുതൽ എടുക്കുക. ആരാധകർ കൂടി സ്നേഹം കൂടുതൽ തരികയാണ്. അപ്പൊ അത്ര കണ്ട് വൈകാണ്. ഐ എം സോറി ഫോർ ദ ഡിലേ. ഒത്തിരി പേര് കാത്തു നിന്നു. അപ്പോ നമ്മുടെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി. യു ആർ ഓൺ ബോട്ട്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കൂ. സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അമേരിക്ക മുതൽ റഷ്യ മുതൽ പല രാജ്യങ്ങളും വലിയ വലിയ ആയുധങ്ങളും ബോംബുകളും ഒക്കെ വെച്ചുകൊണ്ട് അവർ trying to conquer the world, രാജ്യം പിടിച്ചടക്കാൻ നോക്കുന്നു. പക്ഷേ രാജ്യം വിഭജിച്ച് തുണ്ടായി വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഇതുകൊണ്ടൊന്നും ലോകത്തെ കീഴടക്കാൻ പറ്റുകയില്ല. ആയുധം കൊണ്ട് പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകത്തെ കീഴടക്കാൻ സാധിക്കുക എന്ന വിവരം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ മലയാളികൾ സ്നേഹം കൊണ്ട് കീഴടക്കി അബ്ദുൾ റഹീമിന് 34 കോടി കൊടുത്ത് ദിസ് ഈസ് ദ പ്യുവർ ലവ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ദാറ്റ് ഈസ് ദ റിയൽ ലവ്. സോ എല്ലാവരും ക്ഷമിച്ചും പുറത്തൊക്കെ സ്നേഹത്തിൽ ജീവിക്കാനും സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാനും ശ്രമിക്കുക. ലവ് യു എവരിബഡി. ബൈ. Thank you so much, Boche. Former Real Madrid player, founder of PAT team, to have the felicitation address. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ അലക്സാൻഡ്രോ ഡിയാസ് ഡി ലേറോസ, former Real Madrid player and founder of PAT team, to have the felicitation address. First of all, I want to thank everybody here, all the people that make this dream possible for us. Has been many months working on this dream, and now today we are here with all of the kids from Kerala. So it's a really big pleasure to be here working, and I think that the most important way of life is football, and that's why we are here, because we have a common passion, and it's football. When football unites everyone, this is the most important thing. So thank you, Boche, for being here and support. And as you said, the love for football unites everyone. So hope to continue together during these following years. That's the most important thing. And of course, the most important one, in the future, see one player of India in the World Cup. So thank you very much. Thank you. ഹലോ, ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫുട്ബോളല്ല, ഞാന് ബോച്ചേറ്റിയുടെ ഒരു കച്ചവടം, ചായക്കാരനാണ്. ചായ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതിന്റെ പ്രത്യേകത 40 രൂപയാണ് ചായക്ക്. പക്ഷെ ഇപ്പൊ കച്ചവടം ചെയ്യാൻ വന്നല്ല, ഫ്രീ ആയിട്ട് തരാനാണ്. ഈ 40 രൂപയുടെ പാക്കറ്റില് ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. അതില് 25 കോടി ബമ്പർ പ്രൈസ്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ദിവസേന 10 ലക്ഷം ഞാൻ കൊടുക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. 13,704 പേർക്ക് ക്യാഷ് പ്രൈസ് ഡെയിലി ഉണ്ട്. രാത്രി 10:30 ഇപ്പൊ സമയം എത്രയായി? 10:15. 10:30 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഡ്രോ ഇപ്പൊ വരും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ചായപ്പൊടി കിട്ടുമ്പോ അതിന്റെ കൂപ്പൺ എടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യുക.
അത് ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും എല്ലാ ദിവസവും നറുക്കെടുപ്പാണ്. ചിലപ്പോൾ ഇവിടെ ഒരു 10 ലക്ഷക്കാർ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്ന് ക്യാഷ് പ്രൈസ് ഇവിടെ അടിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇട്ട് വരുമ്പോൾ തല്ലുണ്ടാക്കാതെ കിട്ടണവർ വാങ്ങാം കേട്ടോ.